സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ ശശികുമാർ ചേരുന്നുണ്ട്. സുലേഖ, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. നിലവിലെ സാഹചര്യം എന്താണ്? ആര്യ, തീർച്ചയായും തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ശക്തമായ മഴ തന്നെയാണ് തിരുവനന്തപുരത്ത് തുടരുന്നത് എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ചാക്കയിലാണ്. ചാക്ക സിഗ്നലിനടുത്താണ്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം വലിയ മഴയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന്. വലിയ രീതിയിലുള്ള ഒരു മഴ തന്നെയാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ ചാക്ക റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ കാലും മുങ്ങിപ്പോകുന്ന തരത്തിൽ അത്രത്തോളം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് തിരുവനന്തപുരം ചാക്കയിൽ ഇന്ന് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളതെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇത് വലിയ രീതിയിലുള്ള ട്രാഫിക് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യമായ കാര്യമാണ്. നിലവിൽ തിരുവനന്തപുരത്ത് 1 മണിക്കൂറിൽ മാത്രം ലഭിച്ച മഴയുടെ അളവ് എന്ന് പറയുന്നത് 53 മില്ലിമീറ്ററാണ്. അതായത് 1 മണിക്കൂറിൽ മാത്രമാണ് ഈ 53 മില്ലിമീറ്റർ മഴ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം ലഭിച്ചിട്ടുള്ളത് എന്നതാണ്. അത് ഈ ഒരു കണക്ക് തന്നെ മഴയുടെ തീവ്രത അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഇതാണ്. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് മൂലം കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ബൈക്കിൽ വരുന്നവരുണ്ട്, കാറിൽ വരുന്നവരുണ്ട്, അതിനൊപ്പം തന്നെ ബസ്സുകളൊക്കെ തന്നെയും ഈ വെള്ളക്കെട്ട് കാരണം ഇങ്ങനെ മെല്ലെ മെല്ലെ വരുന്നവരാണ്. നേരത്തെ പാറ്റൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മഴ പെയ്ത് വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ ഈ പാറ്റൂരൊക്കെ തന്നെയും ഈ മഴ അല്പസമയം ഒന്ന് കുറഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ വെള്ളം ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചാക്ക എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് സൈഡുകളിലും റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒരുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. എന്തായാലും തിരുവനന്തപുരത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ശക്തമായ മഴ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളത് എന്നതാണ്. അതിനൊപ്പം തന്നെ ഈ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മഴ ലഭിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. മറ്റ് ഉൾപ്രദേശങ്ങളിൽ തിരുവനന്തപുരത്തിൻ്റെ മലയോര പ്രദേശങ്ങളിലുമൊപ്പം മറ്റ് പ്രദേശങ്ങളിലൊന്നും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മഴ ഇല്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഴ ഉണ്ടെങ്കിലും അത് നേരിയ രീതിയിലുള്ള മഴയാണ്. അതിനപ്പുറത്ത് ശക്തമായ മഴയോ അല്ലെങ്കിൽ അതിശക്തമായ മഴയോ ഈ ഉൾപ്രദേശങ്ങളില്ല. അത് തിരുവനന്തപുരത്തിൻ്റെ നഗരം കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇത്തരത്തിൽ അതിശക്തമായ മഴ തുടരുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ ഓറഞ്ച് അലർട്ട് തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം അത് ജില്ലാ അതോറിറ്റിയും ഒപ്പം മറ്റു വകുപ്പുകളും ഒക്കെ തന്നെയും അതീവ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം തിരമാല ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ബീച്ചിലേക്കുള്ള യാത്രകൾ അത് ഒഴിവാക്കണമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത്. അതിനൊപ്പം തന്നെ ഈ തിരമാല ജാഗ്രതാ നിർദ്ദേശത്തിനൊപ്പം തന്നെ മലയോര പ്രദേശത്തേക്കുള്ള യാത്രകൾ അത് ഒഴിവാക്കണമെന്ന് കൂടി ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. മലയോര പ്രദേശത്തിലേക്കുള്ള രാത്രിയാത്രകൾ അത് കഴിവതും ഒഴിവാക്കണമെന്നാണ് നൽകുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റ് വകുപ്പുകളുമൊക്കെ നൽകുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഒപ്പം ഈ പൊന്മുടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മലയോരത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അത് ഇന്നലെ തന്നെ അടച്ചിട്ട ഒരു സാഹചര്യവും തിരുവനന്തപുരത്തുണ്ട്. ഇത്തരത്തിൽ മഴയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ്. മഴ ഒന്നും മുറിയാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ തിരുവനന്തപുരം സിറ്റിയിലുള്ളത്. ഇത്തരത്തിൽ മഴ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരത്തുള്ളത്. ഓറഞ്ച് അലർട്ടാണ്. വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. സുലേഖ, അതായത് ഗതാഗതക്കുരുക്കും വെള്ളക്കെട്ടും ജനങ്ങളെ ബാധിച്ചു എന്ന് തന്നെ പറയാം. ജില്ലയിലെ ഏതെങ്കിലും പ്രദേശത്തിൽ ജനങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? ആര്യ, നിലവിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയും ഇന്നുമായി പ്രവർത്തിക്കുന്നത്. നെയ്യാറ്റിൻകര ഒപ്പം ഈഞ്ചക്കൽ തുടങ്ങി
ജില്ലയിലെ 5ഓളം പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ വിവിധ സ്കൂളുകളിലും മറ്റുമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ പെരുമാതുറ അടക്കമുള്ള തീരദേശ മേഖലകളിലാണ് ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. ഇവിടെ ജനങ്ങളെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവരെ ഈ ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന സാഹചര്യത്തിൽ തന്നെ നൽകുന്നൊരു ഈ ജാഗ്രതാ നിർദ്ദേശത്തിൽ തന്നെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അറിയിപ്പുണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെ കുടുംബങ്ങൾ ആ അറിയിപ്പുമായി സഹകരിച്ച് അധികൃതരുമായി സഹകരിച്ച് അറിയിപ്പിനോട് മുന്നോടിയായി ആ സ്ഥലങ്ങളിൽ നിന്ന് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്ന് ഈ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ആ ഒരു മുന്നറിയിപ്പ് മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ കുടുംബങ്ങളെ നേരത്തെ തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്ന് അപകടകരമായ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ആര്യ.